നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പെപ്റ്റിക് അൾസർ പഠിച്ചോ അലീന? പെപ്റ്റിക് അൾസറിന്റെ ഡെഫിനിഷൻ പറയാം. Okay. Husna? Okay, what are the types? Okay. Shihana? Okay, what are the causes? Hmm. Hmm. Okay. Adilya? What are the signs and symptoms? No. Okay. Shamina? Okay, what are the classification of fracture? Hmm. 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 Pyranosepin? Pyranosepin? Hmm. Hmm. Uh, okay. Hmm. Okay. Hmm. Okay. Hmm. ഓക്കെ. ഓക്കെ, എത്രയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. അടുത്ത ക്ലാസിഫിക്കേഷൻ ആന്റിസ്പാസ്മോട്ടിക്സ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ആന്റിസ്പാസ്മോട്ടിക്സ്. Okay, in that antispasmodics are the group of medicines that can help to control some symptoms that arise from the gut, in particular gut spasm. ഓക്കെ, അതായത് ആന്റിസ്പാസ്മോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ്. ഇത് എന്തിനെ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു കൺട്രോൾ സം സിംറ്റംസ് ദാറ്റ് അറൈസ് ഫ്രം ദി ഗട്ട്. ഗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്റ്റൈനിൽ നിന്ന് വരുന്ന സിംറ്റം ലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പർട്ടിക്കുലർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗട്ട് സ്പാസം, അതായത് ഇൻഡസ്റ്റൈനൽ സ്പാസത്തെ തടയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറയാം. Antispasmodics are a group of medicines that can help to control some symptoms that arise from the gut, in particularly gut spasm. അതായത് ആന്റിസ്പാസ്മോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ്. ഇത് ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ ഗട്ടിൽ നിന്ന് ഉയരുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. പർട്ടിക്കുലർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗട്ട് സ്പാസത്തെ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈൻ സ്പാസത്തെ കൺട്രോൾ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. Is it clear? Okay. Antispasmodics are a group of medicines that can help to control some symptoms that arise from the gut or intestine.
in particularly gut spasm. അതായത് ആന്റിസ്പാസ്മോട്ടിക്സ് എന്ന് പറഞ്ഞ ഡ്രഗ്സ് ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ്. ഇത് ഉപയോഗിക്കുന്നത് ഇൻഡസ്റ്റൈനിൽ നിന്ന് ഉയരുന്ന അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിൽ നിന്ന് ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ അല്ലെങ്കിൽ ഗട്ടിൽ നിന്നുണ്ടാകുന്ന ലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗട്ട് സ്പാസത്തെ, ഇൻഡസ്റ്റൈനൽ സ്പാസത്തെ കൺട്രോൾ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. Is it clear? Okay. Next, there are two types. Okay, antispasmodics രണ്ട് തരത്തിലാണുള്ളത്. First type, antimuscarinics. First one, antimuscarinics. Okay, antimuscarinics ൽ വരുന്ന drugs ആണ് examples ആയി കൊടുത്തിരിക്കുന്നത്. In that, first one, dicycloverin. Dicycloverin. അതായത് ഒന്നാമത്തെ ടൈപ്പ് അല്ലെങ്കിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റിമസ്കാരിനിക്സ്. അതിലെ ഡ്രഗ്സ് ആണ് പറയുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഡൈസൈക്ലോവെറിൻ. ഡൈസൈക്ലോവെറിൻ. രണ്ടാമത്തത് ഹയോസിൻ. ഹയോസിൻ. മൂന്നാമത്തത് അട്രോപിൻ. നെക്സ്റ്റ് വൺ പ്രോപന്തലിൻ. പ്രോപന്തലിൻ. അതായത് ഒന്നാമത്തെ ടൈപ്പ് ആന്റിമസ്കാരിനിക്സ്. ഇതിൽ വരുന്ന ഡ്രഗ്സ് ഡൈസൈക്ലോവെറിൻ, ഹയോസിൻ, അട്രോപിൻ ആൻഡ് പ്രോപന്തലിൻ. Is it clear? Okay. രണ്ടാമത്തെ ടൈപ്പ്. ഇപ്പൊ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മൂത്ത് മസിൽ റിലാക്സൻസ് ആണ്. സ്മൂത്ത് മസിൽ റിലാക്സൻസ്. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ്. സ്മൂത്ത് മസിൽ റിലാക്സൻസ്. ഇനി അതിൽ വരുന്ന ഡ്രഗ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആൽവെരിൻ. 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 രണ്ടാമത്തത് മെബിവെരിൻ. മെബെവെരിൻ. മൂന്നാമത്തത് പെപ്പർമിന്റ് ഓയിൽ. പെപ്പർമിന്റ് ഓയിൽ. പെപ്പർമിന്റ് ഓയിൽ. എന്നോട് പറയാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് മസിൽ റിലാക്സൻസ് ആണ്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ആൽവെരിൻ, രണ്ടാമത്തത് മെബിവെറിൻ, മൂന്നാമത്തത് പെപ്പർമിന്റ് ഓയിൽ. ക്ലിയർ? ഓക്കെ. അതായത് രണ്ട് ടൈപ്സ് ആണുള്ളത്. ആന്റിമസ്കാരിനിക്സും സ്മൂത്ത് മസിൽ റിലാക്സൻസും. ആന്റിമസ്കാരിനിക്സ് എന്നതിൽ വരുന്നത് ഡൈസൈക്ലോവെറിൻ, ഹയോസിൻ, അട്രോപിൻ ആൻഡ് പ്രോപന്തലിൻ. Then രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സ്മൂത്ത് മസിൽ റിലാക്സൻസ്. ഇൻ ദാറ്റ് ആൽവെറിൻ, മെബിവെറിൻ ആൻഡ് പെപ്പർമിന്റ് ഓയിൽ. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക. സബ് ഹെഡിങ് യൂസസ്. Okay, in that first one diarrhea. Next one bloating. Next one bloating. Bloating എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ വീർക്കുക, വയറ് വീർക്കുന്നതിനാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലോട്ടിംഗ്. നെക്സ്റ്റ് വൺ അബ്ഡോമിനൽ പെയിൻ. അബ്ഡോമിനൽ പെയിൻ. Next one nausea and vomiting. Nausea and vomiting. Next one muscle spasms. Muscle spasms. Next one overactive bladder. നോട് പറയാം യൂസസ്. ഡയറിയ, ബ്ലോട്ടിംഗ്, അബ്ഡോമിനൽ പെയിൻ, nausea and vomiting, muscle spasms and overactive bladder. Clear ആയ യൂസസ്? Is it clear? Okay. Next, side effects. Okay, side effects. In that, first one heartburn, means നെഞ്ചരിച്ചില്. Second one constipation. Next one dry mouth. Next one difficulty to passing urine. Difficulty to passing urine. നോട്ട് പറയാം സൈഡ് എഫക്ട്സ്. heartburn, constipation, dry mouth, difficulty to passing urine. Is it clear? Okay. Next, contraindications. Okay, in that first one
paralytic ileus. First one, paralytic ileus. Paralytic ileus എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറി അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഒക്കെ ശേഷം ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ആണ് അത്. ഇത് മസിൽസ് ഓഫ് ദി ഇൻഡസ്റ്റൈൻ ബ്ലോക്ക് ആകുന്നത്. ഓക്കെ, ഇൻഡസ്റ്റൈനിലുള്ള മസിൽസ് ബ്ലോക്ക് ആവുന്നതിനെയാണ് പാരലൈറ്റിക് ഇലിയസ് എന്ന് പറയുന്നത്. അതായത് സർജറി, ഇൻഫ്ലമേഷൻ അതിനെല്ലാം ശേഷം കിട്ടുന്ന ഒരു കണ്ടീഷൻ ആണ് പാരലൈറ്റിക് ഇലിയസ്. അതായത് മസിൽസ് ഓഫ് ദ ഇൻഡസ്റ്റൈൻ ബ്ലോക്ക്. ഓക്കെ, അതായത് സർജറി ഇൻഫ്ലമേഷനൊക്കെ ശേഷം വരുന്നതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് കോൺട്രാഇൻഡിക്കേഷൻ intestinal obstruction. Intestinal obstruction അതായത് intestinal എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ മൈസ്തേനിയ ഗ്രേവിസ്. നെക്സ്റ്റ് വൺ മൈസ്തേനിയ ഗ്രേവിസ് ഓൾറെഡി പഠിച്ചതാണ്. നെക്സ്റ്റ് വൺ പൈലോറിക് സ്റ്റീനോസിസ്, അതും പഠിച്ചതാണ്. നെക്സ്റ്റ് വൺ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്താണെന്നുള്ളത്, എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ വികസിക്കുക. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പഠിച്ചതാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പഠിച്ചതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വികസിക്കുന്നതിനാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. കോൺട്രാഇൻഡിക്കേഷൻസ്: പാരലൈറ്റിക് ഇലിയസ്, intestinal obstruction, myasthenia gravis, pyloric stenosis, then prostate gland enlargement. Okay, myasthenia gravis and pyloric stenosis already പഠിച്ചതാണ്. definitions നോക്കുക. ക്ലിയർ ആയോ? Okay, എത്രയാണ് ആന്റി സ്പാസ്മോട്ടിക്സ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഹുസ്ന, എനിക്ക് എന്താണ് ആന്റി സ്പാസ്മോട്ടിക്സ്? ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോ. സെല്ലിയ, സെല്ലിയ. Okay, what are the types? Okay. So, Anna, what are the uses? Okay. Nishana, what are the side effects? Okay. Adilya, what are the contraindications? Paralytic ileus. Paralytic. Okay. Okay, എത്രയാണ് ആന്റി സ്പാസ്മോട്ടിക്സ്. ഓക്കെ, അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത ഹെഡിങ് കൊടുക്കാം, ലാക്സേറ്റീവ്സ് ആൻഡ് പ്യൂർഗേറ്റീവ്സ്. Laxatives and purgatives. Laxatives and purgatives എന്ന് കൊടുക്കാം. സ്പെല്ലിംഗ് വാട്സപ്പിൽ നിന്ന് എഴുതാം. Laxatives and purgatives ഒരുമിച്ച് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, in that these drugs are used to overcome the constipation and proper evacuation of bowels. Okay, definition ആണ് പറഞ്ഞിരിക്കുന്നത്. These drugs are used to overcome the constipation and proper evacuation of bowels. Okay, അതായത് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൂടാതെ തന്നെ പ്രോപ്പർ ഇവാക്വേഷൻ ഓഫ് ബവൽസ് മീൻസ് ഇവാക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറന്തള്ളുക എന്നുള്ള അർത്ഥം. ഓക്കെ, അതായത് സ്റ്റൂളിനെ കറക്റ്റ് ആയിട്ട് ബവൽസിൽ നിന്ന്, ബവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടല്. ഓക്കെ, ബവൽസ് എന്ന കുടൽ എന്നുള്ള അർത്ഥമുണ്ട്, ഉദരം എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഓക്കെ, കുടലിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് വേസ്റ്റിനെ പുറന്തള്ള. ഇവാക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പുറന്തള്ളുക, ഒഴിവാക്കുക എന്നൊക്കെയുള്ള അർത്ഥം. ഓക്കെ, പ്രോപ്പർ ആയിട്ട് പുറന്തള്ളാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സ് ആണ്. ഒന്നുകൂടി പറയാം, these drugs are used to overcome the constipation and proper evacuation of bowels. അതായത് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കോൺസ്റ്റിപ്പേഷനെ തരണം ചെയ്യാനും അതുകൂടാതെ തന്നെ ബൗവൽസിലെ ഇവാക്വേഷൻ, അതായത് ഇവാക്വേഷൻ ഓഫ് ദ ബൗവൽസ് പ്രോപ്പർ ആയിട്ട് നടത്താനുമാണ്. അതായത് വേസ്റ്റ് പ്രോഡക്ട്സിനെ കറക്റ്റ് ആയിട്ട് ഒഴിവാക്കാനും സഹായിക്കുകയാണ് ചെയ്യുന്നത്. Is it clear? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു പോയിന്റ് ആയിട്ട് ലാക്സേറ്റീവ്. ഓൾറെഡി ഹെഡിങ് ലാക്സേറ്റീവ്സ് ആൻഡ് പ്യൂരിഗേറ്റീവ്സ് എന്നാണ്. ഓക്കെ, അടുത്ത സബ് പോയിന്റ് ആയിട്ട് എഴുതാം ലാക്സേറ്റീവ്. എന്താണ് ലാക്സേറ്റീവ് നോക്കാം. ഹൈഫൺ ഇട്ടിട്ട് എഴുതാം. മൈൽഡ് ആക്ഷൻ, എലിമിനേഷൻ ഓഫ് സോഫ്റ്റ് സ്റ്റൂൾസ് ബട്ട് ഫോംഡ് സ്റ്റൂൾസ്. ഓക്കെ, ലാക്സേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൽഡ് ആക്ഷൻ ആണ്, മീൻസ് ചെറിയ രീതിയിലുള്ള ആക്ഷൻ പ്രവർത്തനമേ ഉള്ളൂ. ഇതെന്താണ്? എലിമിനേഷൻ ഓഫ് സോഫ്റ്റ് സ്റ്റൂൾ, അതായത് സോഫ്റ്റ് സ്റ്റൂളിനെ എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, പുറന്തള്ളുകയാണ് സഹായിക്കുന്നത്. ഓക്കെ, പക്ഷെ എന്താണ്? ഫോം ആയിട്ടുള്ള സ്റ്റൂൾസിനെയാണ്. ബട്ട് ഫോംഡ് സ്റ്റൂൾസ്, അതായത് ഓൾറെഡി ഫോം ചെയ്ത സ്റ്റൂളിനെ സോഫ്റ്റ് സ്റ്റൂൾ ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്നു. എലിമിനേഷൻ ഓഫ് സോഫ്റ്റ് സ്റ്റൂൾസ്. ഓക്കെ, അതായത് ഒന്നുകൂടി പറയാം, ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈൽഡ് ആക്ഷൻ, എലിമിനേഷൻ ഓഫ് സോഫ്റ്റ് സ്റ്റൂൾസ് ബട്ട് ഫോംഡ് സ്റ്റൂൾസ്. ഓൾറെഡി ഫോം ചെയ്തിരിക്കുന്ന സ്റ്റൂളാണ്, അതിനെ എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, അത് സോഫ്റ്റ് സ്റ്റൂളിനെ എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Is it clear? ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് ആയിട്ട് പ്യൂരിഗേറ്റീവ്. ഹൈഫൺ ഇട്ട് എഴുതുക. സ്ട്രോങ്ങർ ആക്ഷൻ റിസൾട്ടിങ് ഇൻ മോർ ഫ്ലൂയിഡ് ഇവാക്വേഷൻ. ഓക്കെ, ഇവിടെ എന്താണ്? പ്യൂരിഗേറ്റീവ് എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആക്ഷൻ ആണ്, ശക്തിയുള്ള പ്രവർത്തനമാണുള്ളത്, വളരെ ശക്തമായ പ്രവർത്തനമാണ്. ഇതിന്റെ റിസൾട്ട് ആയിട്ട് എന്താണ്? മോർ ഫ്ലൂയിഡ് ഇവാക്വേഷൻ ആണ് നടക്കുന്നത്. ഫ്ലൂയിഡ് ഇവാക്വേഷൻ എന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡിനെ കൂടുതലായിട്ട് പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, മോർ ഫ്ലൂയിഡ് ഇവാക്വേഷൻ, ഫ്ലൂയിഡിനെ കൂടുതലായിട്ട് ഇവാക്വേറ്റ് ചെയ്യാൻ, പുറന്തള്ളാനായിട്ടാണ് സഹായിക്കുന്നത്. Is it clear? ക്ലിയർ ആയോ? ഓക്കെ, പ്യൂരിഗേറ്റീവ് എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആക്ഷൻ, മീൻസ് വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ്. ഇവിടെ എന്താണ്? റിസൾട്ടിങ് ഇൻ മോർ ഫ്ലൂയിഡ് ഇവാക്വേഷൻ. ഇതിന്റെ ഭാഗമായിട്ട്, സ്ട്രോങ് ആക്ഷന്റെ ഭാഗമായിട്ട് എന്താണ്? ഫ്ലൂയിഡ് ഇവാക്വേഷൻ നടക്കുന്നുണ്ട്. ഫ്ലൂയിഡ് ഇവാക്വേഷൻ എന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഫ്ലൂയിഡിനെ പുറന്തള്ളാൻ സഹായിക്കുന്നു. കൂടിയ അളവിൽ ഫ്ലൂയിഡിനെ ഇവാക്വേറ്റ് ചെയ്യാൻ, പുറന്തള്ളാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട്. Is it clear? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, കോൺസ്റ്റിപ്പേഷൻ ഹെഡിങ് കൊടുക്കുക. ഇനി കോൺസ്റ്റിപ്പേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, in that definition, constipation is the infrequent and or unsatisfactory defecation fewer than 3 times per week. Okay, constipation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലബന്ധനം. ഓക്കെ, അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. കോൺസ്റ്റിപ്പേഷൻ ഈസ് ദ ഇൻഫ്രീക്വന്റ് ആൻഡ് ഓർ അൺസാറ്റിസ്ഫാക്ടറി ഡെഫിക്കേഷൻ. അതായത് ഇൻഫ്രീക്വന്റ് ആയിട്ടുള്ള, മീൻസ് കറക്റ്റ് അല്ലാത്ത രീതിയിൽ, ഓക്കെ, പ്രോപ്പർ അല്ലാത്ത രീതിയിലുള്ള ഇതും, അതുപോലെ തന്നെ അൺസാറ്റിസ്ഫാക്ടറി മീൻസ് അത് സെയിം തന്നെ. ഓക്കെ, പ്രോപ്പർ അല്ലാത്ത ഡെഫിക്കേഷൻ ആയിരിക്കും. ഡെഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം, അതിനാണ് ഡെഫിക്കേഷൻ എന്ന് പറയുന്നത്. സോറി, മലവിസർജനം, അതിനെയാണ് ഡെഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി കഴിഞ്ഞ വർഷം ഡെഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പഠിച്ചായിരുന്നു. ഓക്കെ, അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഡെഫിക്കേഷൻ ആണ് ഫ്യൂവർ ദാൻ 3 times per week. അതായത് ഒരാഴ്ചയിൽ മൂന്നിൽ താഴെ. ഓക്കെ, ഫ്യൂവർ ദാൻ 3 times per week. അതായത് ഒരു വീക്ക് എടുത്താൽ അതിൽ മൂന്നിൽ കുറവ് തവണ സ്റ്റൂൾ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻഫ്രീക്വന്റ് ആയിരിക്കും, മീൻസ് പ്രോപ്പർ അല്ലാത്ത രീതിയിലുള്ള മലവിസർജനം, അതും അതായത് ഒരാഴ്ചയിൽ 3ൽ താഴെ സ്റ്റൂൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് പറയാം, കോൺസ്റ്റിപ്പേഷൻ ഈസ് ദ ഇൻഫ്രീക്വന്റ് ആൻഡ് ഓർ അൺസാറ്റിസ്ഫാക്ടറി ഡെഫിക്കേഷൻ ഫ്യൂവർ ദാൻ 3 times per week. ക്ലിയർ ആയോ? ഓക്കെ, അതായത് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മലബന്ധനത്തെയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്റ്റൂൾ കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്.
ഇവിടെ ഡെഫിനിഷൻ ആയിട്ട് വന്നിരിക്കുന്നത് മീൻസ് പ്രോപ്പർ അല്ലാത്ത രീതിയിലുള്ള ഡെഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മലവിസർജനം പ്രോപ്പർ അല്ലാത്ത രീതിയിലുള്ള മലവിസർജനമാണ് അത് ഫ്യൂവർ ദാൻ ദ 3 times per week ആണ് ഫ്യൂവർ ദാൻ ദ 3 times per week എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ 3-ൽ താഴെ മൂന്നിൽ താഴെയുള്ള ഡെഫിക്കേഷൻ ആണെങ്കിൽ അതിനെയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് പെർ വീക്ക് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച എടുത്തിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 3-ൽ താഴെ ഉള്ള ഡെഫിക്കേഷനെയാണ് മൂന്നിൽ കുറവുള്ള ഡെഫിക്കേഷനെയാണ് അതും പ്രോപ്പർ അല്ലാത്ത രീതിയിലുള്ള ഡെഫിക്കേഷനെയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് ഡെഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മലവിസർജനം ഡെഫിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം അനാട്ടമിയിൽ പഠിച്ചിട്ടുണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എടുത്തു നോക്കാം ക്ലിയർ ആയോ ഓക്കെ നെക്സ്റ്റ് കോസസ് ഓഫ് കോൺസ്റ്റിപ്പേഷൻ അടുത്ത സബ് ഹെഡിങ് കൊടുക്കുക കോസസ് ഓഫ് കോൺസ്റ്റിപ്പേഷൻ okay in that first point diet ഡയറ്റിലുണ്ടാകുന്ന ഡയറ്റ് ചേഞ്ചസ് ഡയറ്റിലുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ കോൺസ്റ്റിപ്പേഷൻ ഒരു കാരണമാകാം then lack of exercise second one lack of exercise വ്യായാമം കുറയുന്നത് കോൺസ്റ്റിപ്പേഷന് കാരണമാകും next one irregular bowel habits irregular bowel habits അതാ irregular bowel habits എന്ന് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ട് എന്താ പറയാ സ്റ്റൂൾ പാസ് ചെയ്യാത്തത് അതായത് ഹാബിറ്റ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാത്തത് ഇറഗുലർ ബവൽ ഹാബിറ്റ്സ് എന്നുണ്ടെങ്കിൽ സ്റ്റൂൾ പാസ് ചെയ്യുക അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാതൊക്കെ കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യാത്തത് ഇറഗുലർ ആയിട്ടുള്ള ഹാബിറ്റ്സ് ഇറഗുലർ ബവൽ ഹാബിറ്റ്സ് നെക്സ്റ്റ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് അടുത്ത കോഴ്സ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് എന്നുണ്ടെങ്കിൽ ഡ്രഗ്സിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ വരാം ഡ്രഗ് ഇൻഡ്യൂസ്ഡ് നെക്സ്റ്റ് വൺ ഡിസീസ് സ്റ്റേറ്റ്സ് ഡിസീസ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും വരാം ഡിസീസ് സ്റ്റേറ്റ്സ് നെക്സ്റ്റ് വൺ സ്പാസം ഓഫ് കോളനിലുള്ള സ്പാസം സ്പാസം ഓഫ് ദ കോളൻ എന്താണെന്നൊക്കെ ഉള്ളത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പഠിച്ചാണ് സ്പാസം എന്താണെന്നും ഓൾറെഡി പഠിച്ചതാണ് സ്പാസം ഓഫ് ദി കോളൻ ഇത്രയാണ് കോസസ് ഇന്നോട് പറയാം ഡയറ്റ് then lack of exercise then irregular bowel habits then drug induced then disease states then spasm of colon is it clear okay next subheading symptoms ലക്ഷണങ്ങൾ okay in that first point infrequent defecation അതായത് പ്രോപ്പർ അല്ലാത്ത രീതിയിലുള്ള മലവിസർജനം അതിനാണ് infrequent defecation നെക്സ്റ്റ് nausea നെക്സ്റ്റ് vomiting നെക്സ്റ്റ് anorexia എന്ന് പറഞ്ഞാൽ വിശപ്പില്ലായ്മ അതായത് loss of appetite അതിനാണ് anorexia എന്ന് പറയുന്നത് anorexia means വിശപ്പില്ലായ്മ നെക്സ്റ്റ് വൺ റെക്ടൽ ബ്ലീഡിംഗ് രക്തത്തിൽ നിന്നുണ്ടാകുന്ന ബ്ലീഡിംഗ് റെക്ടൽ ബ്ലീഡിംഗ് നെക്സ്റ്റ് വൺ വെയിറ്റ് ലോസ് ഭാരം കുറയും ബ്രാക്കറ്റിൽ എഴുതാ ഇൻ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ മീൻസ് നീണ്ടുപോകുന്ന രീതിയിലുള്ള ക്രോണിക് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ വെയിറ്റ് ലോസും ഉണ്ടാകും മീൻസ് ഭാരം കുറയും ഇൻ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ നെക്സ്റ്റ് വൺ feeling full quickly അതായത് പെട്ടെന്ന് തന്നെ എന്താ പറയാ ഫുൾ വയറ് നിറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് വരില്ലേ അതിനെയാണ് ഫീലിംഗ് ഫുൾ ക്വിക്ലി എന്ന് പറയുന്നത് മീൻസ് ഫുഡ് അല്ലെങ്കിൽ വാട്ടർ ഒക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫുൾ ആയി എന്നുള്ളൊരു ഫീലിംഗ് ഫുൾ then stools that are small hard and difficult to evacuate അടുത്ത പോയിന്റ് stools that are small hard and difficult to evacuate stools small ആയിരിക്കും അതുകൂടാതെ തന്നെ ഹാർഡ് ആയിരിക്കും then difficult to evacuate പുറന്തള്ളാൻ പറ്റാത്തതും ആയിരിക്കും അതും ഒരു ലക്ഷണമാണ് സ്റ്റൂള് സ്മോൾ ആയിരിക്കും ഹാർഡ് ആയിരിക്കും and difficulty to evacuate പുറന്തള്ളാൻ ബുദ്ധിമുട്ടും ഉണ്ടാകും അതിനെയാണ് evacuate എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം symptoms in that first one infrequent defecation next one nausea next one vomiting next one anorexia
Next one, rectal bleeding. Next one, weight loss in chronic constipation. Next one, feeling full quickly. Next one, stools that are small, hard, and difficulty to evacuate. Is it clear? എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത ക്ലാസിഫിക്കേഷനോട്ട് പോകാം. ഓക്കെ, ഷിഹാന, എന്താണ് ലാക്സേറ്റീവ്സ് ആൻഡ് പ്യൂരിഗേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ? ഓക്കെ ഓക്കെ, സെല്ലിയ, എന്താണ് ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ? ഷംന, എന്താണ് പ്യൂരിഗേറ്റീവ്? ഓക്കെ, നിഷാന, കോൺസ്റ്റിപ്പേഷൻ ഡെഫിനിഷൻ പറ. ഓക്കെ, അലീന, what are the causes? Okay, Sona, so what are the symptoms? Okay, okay. അടുത്ത ഹെഡിങ് കൊടുക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് ലാക്സേറ്റീവ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലാക്സേറ്റീവ്സ്. Okay, in that first one, bulk forming. First one, bulk forming. ഹെഡിങ് കൊടുക്കുക, ബൾക്ക് ഫോമിങ്. ഓക്കെ, ഇനി അതിൽ വരുന്ന ഡ്രഗ്സ് ആണ് പറയുന്നത്. മീഥൈൽ സെല്ലുലോസ്, മീഥൈൽ സെല്ലുലോസ്, കോമ അഗർ, അഗർ, കോമ ഇസ്ബാഗുല, ഇസ്ബാഗുല. ഓക്കെ, അതിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. കോമ സൈലിയം സീഡ്സ്, സൈലിയം സീഡ്സ്, സൈലിയം സീഡ്സ്. അതിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. ഓക്കെ, ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബൾക്ക് ഫോമിംഗ് ആണ്. മീഥൈൽ സെല്ലുലോസ്, അഗർ, ഇസ്ബാഗുല, ദെൻ സൈലിയം സീഡ്സ്. ഓക്കെ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സ്റ്റൂൾ സോഫ്റ്റ്നർ, സ്റ്റൂൾ സോഫ്റ്റ്നർ. സ്റ്റൂൾ സോഫ്റ്റ്നറിൽ വരുന്ന ഡ്രഗ്സ് ലിക്വിഡ് പാരാഫിൻ, ലിക്വിഡ് പാരാഫിൻ, കോമ ഗ്ലിസറിൻ, കോമ ഒലിവ് ഓയിൽ, ഒലിവ് ഓയിൽ. ഓക്കെ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സ്റ്റൂൾ സോഫ്റ്റ്നർ ആണ്. ലിക്വിഡ് പാരാഫിൻ, ഗ്ലിസറിൻ, ദെൻ ഒലിവ് ഓയിൽ. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സ്റ്റിമുലന്റ് പ്യൂരിഗേറ്റീവ്, സ്റ്റിമുലന്റ് പ്യൂരിഗേറ്റീവ്. ഓക്കെ, അത് നാളെ എടുക്കാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എനി ഡൗട്ട്? എനി ഡൗട്ട്? ആ,
കോൺസ്റ്റിപ്പേഷന്റെ തന്നെ സിംറ്റംസ് ആണ്. ഓക്കെ, അതായത് ജസ്റ്റ് ഡെഫിക്കേഷൻ പാസ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല, അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഓക്കെ, ആ ലക്ഷണങ്ങളാണ് സിംറ്റംസിൽ വരുന്നത്. ക്ലിയർ ആയോ? സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ. ഓക്കെ, ഓൺലി കോൺസ്റ്റിപ്പേഷൻ വരുന്ന സമയത്ത് ജസ്റ്റ് ഡെഫിക്കേഷൻ പാസ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല, നമുക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടാം, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാകാം, അതുപോലെ തന്നെ നൊസിയ, വോമിറ്റിംഗ്, ഇതെല്ലാം ലക്ഷണങ്ങളാണ്. ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു.